ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. കാലത്തിന്റെ കാവൽക്കാരൻ, കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ, നീതിയുടെ നിഴൽ, അതാണ് ശനിദേവൻ. പൂരിട്ടാതിയിൽ നിന്ന് ഉത്രിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം നക്ഷത്രത്തിലാണ് ശനി. ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത്. സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു, ശക്തി വർദ്ധിക്കുന്നു, കർമ്മം ഉണരുന്നു, വിധി എഴുന്നേൽക്കുന്നു. ഇത് രാശിമാറ്റമല്ല, ഇത് വിധി മാറ്റമാണ്. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി. ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ്. ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് 2026 ജനുവരി 20 ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാശിമാറ്റമല്ല, പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ്. സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല, തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി. ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട്. കഠിനതയല്ല, പക്വതയാണ് ഇനി അവന്റെ ഭാഷ. 2026 മെയ് 16 വരെ ഉത്രിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ 12 രാശികളിലും 27 നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ്. എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിൽ ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. അഹങ്കാരം അഴിയുന്ന സമയം. തല കുനിഞ്ഞാൽ കിരീടം ഉറപ്പാണ്. ഇത് ഓർമ്മ വെച്ചുകൊണ്ട് ചിങ്ങക്കൂറുകാരെ നമുക്ക് മുന്നോട്ട് പോകാം. ചിങ്ങക്കൂറുകാർക്ക് 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. അഷ്ടമരാശിയിലാണ് സംക്രമിച്ചിരിക്കുന്നത്. 2026 ജനുവരി 20 മുതൽ മെയ് 16 വരെ ശനിയുടെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഉത്രിട്ടാതി നക്ഷത്രത്തിൽ ശനി ബലത്തോടെ നിൽക്കുന്നു. ഇപ്പോഴുള്ള വെല്ലുവിളികളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. ശത്രുക്കളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ചിങ്ങക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും സാഹചര്യങ്ങളുണ്ട്. കടബാധ്യതകളൊക്കെ വീട്ടിൽ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ശത്രുശല്യം കുറയുന്നതാണ്. രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. കൂട്ട് ബിസിനസ്സിലൊക്കെ ചെയ്യുന്നവർക്കും യോജിച്ചു പോകാൻ സാധിക്കും. സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന വഴി മാനസികമായി സന്തോഷം ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകൾ വന്നു ചേരുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. കർമ്മരംഗത്ത് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. തൊഴിലിൽ സുഖാനുഭവങ്ങൾ കുറയാനും മാറ്റങ്ങളും തടസ്സങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നതാണ്. സർക്കാരിൽ പിഴയടയ്ക്കേണ്ട സാഹചര്യങ്ങളും വന്നുചേരാം. ശനി ശിക്ഷിക്കുന്നില്ല, അവൻ പാകപ്പെടുത്തുന്നു. ശനി കനിയുമ്പോൾ ജീവിതവും കനിയും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുപായസം, നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ എള്ള, ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ്.
ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ, ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ, ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗന സമ്മതത്തിനായി നൽകൂ. ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ. ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ബെല്ലൈക്കണിൽ ഒന്നമർത്തൂ. കാലം വിളിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നന്ദി.